സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഇന്നലെ മുതൽ ഒരുപാട് ചർച്ചയാക്കപ്പെട്ട ഒരു കേസാണ് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മയായിട്ടുള്ള അഞ്ജലിയും അഷ്കർ എന്ന് പറയുന്ന അമ്മയുടെ കാമുകനും ചേർന്ന് കൊന്നു കളഞ്ഞത്. ഇർഷാദ് എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞ്, ഏകദേശം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഈ രണ്ട് വ്യക്തികൾക്ക് മാത്രമാണ് പങ്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിനെ ആസ്പദമാക്കുന്ന രീതിയിൽ ഒരുപാട് എവിഡൻസും ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു കൊച്ചു കുഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ക്ലിപ്പ് വഴി ഇത്തരത്തിൽ നമുക്ക് ഒരു ക്യാഷ് ചലഞ്ചിന്റെ ഭാഗമായിട്ടെന്തോ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു കുഞ്ഞിന്റെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ വന്നതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ഒരു അമ്മയോട് ഈ ഒരു വ്ളോഗർ ആ ഒരു കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞത്, അമ്മ എന്നുള്ള പദപ്രയോഗം ആ ഒരു സ്ത്രീക്ക് ഒരിക്കലും ചേർന്നതല്ല. എന്തൊക്കെയാണെങ്കിലും അഞ്ജലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞത് കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണ് കൈ രണ്ടും ഒടിഞ്ഞതാണെന്ന്. ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ ആ ഒരു പെർട്ടിക്കുലർ പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരിക്കലും ഒരു സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഒടിയില്ല. ഇത് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് ഈ കൈ ഒടിച്ചതാണോ എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ ഒരു കൈ ഒടിഞ്ഞതിൽ ചെറുതായിട്ട് അമ്മയ്ക്കും ഈ ഒരു അമ്മയുടെ കാമുകനായിട്ടുള്ള ഈ ഒരു വ്യക്തിക്കും പങ്കുണ്ടെന്നുള്ള കാര്യം, കൃത്യമായിട്ടുള്ള പങ്ക് ഇവർക്കുണ്ടെന്നുള്ള കാര്യം അമ്മയുടെ അമ്മയായിട്ടുള്ള ഈ ഒരു അഞ്ജലിയുടെ അമ്മയായിട്ടുള്ള ആ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ടൊരു അന്വേഷണം ഉണ്ടായില്ല. ഈ ഒരു കുഞ്ഞിന്റെ ദേഹത്തുള്ള ഇത്തരത്തിലുള്ള പാടുകൾക്കും സിഗരറ്റ് വെച്ച് പൊള്ളിച്ചിട്ടുള്ള പാടുകൾക്കും കൈയൊടിവിനും എല്ലാത്തിനും കൃത്യമായിട്ട് അമ്മയ്ക്കും അമ്മയുടെ കാമുകനായിട്ടുള്ള അഷ്കറിനും പങ്കുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ചെന്നിട്ടും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസുകാരും ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല. അതുപോലെ തന്നെ ഈ ഒരു അഷ്കർ എന്ന് പറയുന്ന ഈ ഒരു മഹാവൃത്തികെട്ടവൻ, ഇവനെ ബന്ധപ്പെട്ടുകൊണ്ട് എത്രമാത്രം കേസുകളാണ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ അഞ്ജലിയുമായിട്ട് ബന്ധമുണ്ടാവുന്നതിന് മുമ്പായിട്ട് ഒരു കല്യാണത്തിലൂടെ ഒരു പെണ്ണിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു കോമ സ്റ്റേജിലേക്ക് വിട്ടിട്ടാണ് ആ ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവൻ അഞ്ജലിക്കൊപ്പം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പെണ്ണിന്റെ വീട്ടുകാരും കൃത്യമായിട്ട് ഒരു അഷ്കറിനെതിരെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഹാജരാവാൻ പോലും നിൽക്കാത്ത അഷ്കറിനെ എന്തുകൊണ്ട് പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തില്ല? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ഇതിനകത്തൊരു തീരുമാനത്തിൽ എത്തിയിരുന്നെങ്കിൽ ഈ ഒരു കൊച്ചു കുഞ്ഞിന് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞിന്റെ വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഇർഷാദ് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കുഞ്ഞിന്റെ ദേഹത്തുള്ള പാടുകൾ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് എണ്ണിയെടുത്ത സമയത്ത് 51 പാടുകളാണ് ഈ ഒരു കൊച്ചിന്റെ ദേഹത്ത് നിന്ന് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ അതിനകത്തും സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതുണ്ട്, അടിച്ചതുണ്ട്, സ്വകാര്യ ഭാഗത്ത് പോലും കൃത്യമായിട്ട് വേദന ഏൽപ്പിച്ച പല പാടുകളും ആ ഒരു കുഞ്ഞിന്റെ ദേഹത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നറിയോ? ഇനി ഇവരെയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു അഞ്ജലിയും ഈ ഒരു അഷ്കർ എന്ന് പറയുന്ന ഈ രണ്ട് വൃത്തിയായിട്ട സാധനങ്ങളെയും അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോയി വൃഷ്ടാംഗം വെട്ടി വിഴുങ്ങി അവിടെ ഇങ്ങനെ ഇടും. ഇവരെയൊക്കെ സ്പോട്ടിൽ തീർച്ചയായിട്ടും മരണശിക്ഷ കൊടുക്കേണ്ട രണ്ട് വ്യക്തികളാണ് ഈ ഒരു കൊച്ചു കുഞ്ഞിനോട് ഇത്തരത്തിൽ കാണിച്ചതിന്. ഈ ഒരു കുഞ്ഞിന് ആരുമില്ലാത്തൊരു കുഞ്ഞല്ല ഇത്. കാരണം ഈ ഒരു കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാർ ഈ ഒരു കുട്ടിയെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെടുത്ത് ലീഗലി മൂവ് ചെയ്താണ് ആ ഒരു കൊച്ചുകുട്ടിയെ അച്ഛന്റെ വീട്ടുകാർക്ക് കൊടുക്കാതെ അമ്മയായിട്ടുള്ള അഞ്ജലി താൻ നോക്കിക്കോളാന്നുള്ള രീതിയിൽ പിടിച്ചു വെക്കുകയായിരുന്നു. അതിനുശേഷം കാമുകനായിട്ടുള്ള അഷ്കറിനോടൊപ്പം ചേർന്നുകൊണ്ട് ഡേ ടു ഡേ ഒരു കൊച്ചു കുഞ്ഞിന്റെ ദേഹത്ത് ഇത്തരത്തിൽ ഒടിവും ചതവും സ്വകാര്യ ഭാഗത്ത് പോലും വേദന ഏൽപ്പിച്ചുകൊണ്ട് എത്രമാത്രം വേദന ഈ ഒരു 1.5 വയസ്സിനുള്ള ആ ഒരു കൊച്ചു കുഞ്ഞ് നേരിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ ചെന്ന പോലീസുകാർ, നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് രോക്ഷാകുലരായി ഈ രണ്ട് വ്യക്തികളെയും തല്ലിക്കൊല്ലാൻ പോയതാണ് അവിടെ വെച്ച് തന്നെ. എന്നിട്ട് ഭയങ്കര സെക്യൂർഡായി സേഫായി ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കും, വല്ല ജീവപര്യന്തോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. അതിനുശേഷം ഇവന്മാർ വീണ്ടും പുറത്തിറങ്ങും. ഇത്തരത്തിലുള്ള മോശം പ്രവർത്തികൾ കുട്ടികളോടുമൊക്കെ ചെയ്യുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും തൂക്കുമരത്തിന് ഇരയാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ നിയമം കൃത്യമായിട്ട് ഇതിനൊരു മാതൃകയാവണം. കാരണം ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ ഇത്തരത്തിൽ കാമുകനൊപ്പം ചേർന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ക്രൂരത നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി, ഈ ഒരു കേസിനെ പറ്റി എന്താ പറയാ? സ്വന്തം അമ്മ 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ പൊള്ളിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത്രമാത്രം സങ്കടമുണ്ട് ഈ ഒരു വാർത്ത കേട്ടതിനപ്പുറം.
ഇത്രയേറെ കേസുകൾ ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ കൊച്ചിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയുടെ അമ്മ, അഞ്ജലിയുടെ അമ്മ തന്നെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു പോലീസ് അന്വേഷണം ഉണ്ടായില്ല. ഈ ഒരു അഷ്കർ എന്ന് പറയുന്ന ഇയാളുടെ മുൻ ഭാര്യയും വീട്ടുകാരും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അഷ്കറിനെതിരെ. കോടതിയിൽ ഹാജരാവാൻ പോലും വരാത്ത അഷ്കറിനെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ടുള്ളൊരു തീരുമാനം പോലും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അത്തരത്തിലുള്ള പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചിനെ പ്ലാസ്റ്റർ ഇടിയിക്കാനായിട്ട്, കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇടിയിക്കാനായിട്ട് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റൽ, ഇവരൊക്കെ ഏത് സ്ഥലത്തു നിന്നാണ് MBBS പഠിച്ച് ഡോക്ടറായെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഒടിയുന്ന പോലെയാണോ കൊച്ചിന്റെ കൈ ഇരിക്കുന്നത്, ദേഹം മൊത്തമുള്ള പാടുകൾ ഇരിക്കുന്നത്? ഒരു ഡോക്ടർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പണം വാങ്ങിയിട്ട് ഡോക്ടർമാരും ഇത്തരത്തിൽ ഉള്ള അഴിമതി കാണിച്ചതാണോ നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ഡോക്ടറിന് ഒടിച്ചതാണോ അല്ലെങ്കിൽ ഒടിഞ്ഞതാണോ വീണതാണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റില്ലെങ്കിൽ ഇവരൊക്കെ ഏത് സ്ഥലത്തു നിന്നാണ് MBBS പഠിച്ച് ഡോക്ടറായിട്ട് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു MBBS ഡോക്ടർക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ കൂടി ചേർത്തിട്ടാണ് ആ കൊച്ചിന് ഈ ഒരു വിധി വന്നത്. അല്ലാതെ അഞ്ജലിയെയും അഷ്കറിനെയും മാത്രം ഇതിനകത്ത് നമുക്ക് കുറ്റാരോപിതരാക്കാനായിട്ട് സാധിക്കില്ല. രണ്ട് വ്യക്തികളെ, ഇനി അഞ്ജലി ആയാലും അഷ്കർ ആയാലും, തൂക്കുമരത്തിന് അപ്പുറം ഒരു ശിക്ഷ ലഭിക്കാനായിട്ട് യാതൊരു അർഹതയും ഇല്ലാത്തവരാണ്. തൂക്കുമരം തന്നെ കൊടുത്ത് ശിക്ഷിക്കേണ്ട രണ്ട് വ്യക്തികളാണ് ഇവര്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരാതികൾ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും സൊസൈറ്റിയും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്തണം. ഉടനടി ആ ഒരു കേസും കാര്യങ്ങളൊക്കെ തീർപ്പാക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൂരതകൾ, കൊച്ചു കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് വരുന്ന ക്രൂരതകൾ, സ്വകാര്യ ഭാഗം പോലും പൊള്ളിക്കുന്ന രീതിയിലുള്ള മാതാപിതാക്കളുടെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരും. ഇത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം മോന്റെ സ്വകാര്യ ഭാഗം പൊള്ളിച്ച് വെറും 1.5 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനെ കൊല്ലാൻ പറ്റുന്നതെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കൊച്ചു കുഞ്ഞി ഒരു 1.5 വയസ്സിൽ എത്രമാത്രം ശിക്ഷ അനുഭവിച്ചു എന്ന്, അല്ലെങ്കിൽ എത്രമാത്രം വേദന തിന്നിട്ടുണ്ടെന്ന്. ഒരുപാട് പേർക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയ ഒരു കേസാണിത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ ആത്മാവിന് സർവ്വശാന്തിയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് കിട്ടാവുന്നതിൽ, നമ്മുടെ നിയമം വഴി ഇവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം ശിക്ഷയായിട്ടുള്ള തൂക്കുമരം തന്നെ 2 പേർക്കും കിട്ടട്ടെ എന്നും ഈ ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ലൊരു ശിക്ഷ തന്നെ ഇവർക്ക് നമ്മുടെ നിയമപരമായിട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്